സർട്ടിഫിക്കറ്റിനെ തന്നിരിക്കുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിന് വളരെ വ്യക്തമായ കൃത്യമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് ദൈവസഭ മടങ്ങി വന്നാൽ ദൈവസഭയ്ക്ക് ആദ്യ നൂറ്റാണ്ടിലെ പോലെ പവർഫുള്ളായി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കാൻ കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ആ അനുഭവത്തെ ദാനമായി ലഭിക്കും എന്നതാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ഒരിക്കലും ഈ അനുഭവം വേണ്ട എന്ന് വെക്കരുത്. ഇത് ആവശ്യമാണ്. കർത്താവിൻ്റെ സാക്ഷിയാകാൻ ഇത് ഏറ്റവും ആവശ്യമാണ്. 4-ാം വാക്യം ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്. എൻ്റെ ചിന്തയിൽ ഇത് വളരെ ഷോക്കിംഗ് ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ ആ ശിഷ്യന്മാർക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 24:49, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. 1-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 4:2 ഭാഗത്തിൽ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിക്കുക, ടാരി, ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ ഒരു സ്ഥലത്ത് പാർക്കുക എന്നതാണ് അർത്ഥം. കർത്താവ് വാക്ക് പറയുകയാണ്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം ഞാൻ പകരും. സോ ടാരി ഇൻ ജെറുസലേം. അതിൻ്റെ അർത്ഥം യു ആർ നോട്ട് യെറ്റ് റെഡി. നിങ്ങൾ സുവിശേഷീകരണത്തിന് പോകാൻ, എൻ്റെ സാക്ഷിയാകാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. അല്പം കൂടെ കാര്യങ്ങൾ ബാക്കിയുണ്ട്. പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് ആവശ്യമാണ്. ആത്മസ്നാനത്തിലൂടെ 8-ാം വാക്യത്തിൽ നിങ്ങൾക്ക് ആത്മാവിൻ്റെ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്താ കിട്ടുന്നത്? യു വിൽ റിസീവ് പവർ. പവർ ഇല്ലാതെ നിങ്ങൾ പോകരുത്. കർത്താവ് വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്, വെയിറ്റ് ഇൻ ജെറുസലേം, ടാരി ഇൻ ജെറുസലേം. അത് എത്ര നാൾ യെരൂശലേമിൽ പാർക്കണം എന്നതിനെ കുറിച്ച് കർത്താവ് അവരോട് പറയുന്നില്ല. വിശ്വാസത്താൽ അവർ കാത്തിരിക്കണം. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ കാത്തിരിക്കണം. അതുപോലെ തന്നെ കർത്താവ് അവരോട് പറയുന്നില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അന്യഭാഷ നിങ്ങൾ പറയും. യേശു പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനം 120 പേരുടെ മേൽ നടക്കുമ്പോൾ അവര് അന്യഭാഷയിൽ സംസാരിച്ചു. പക്ഷെ ജീസസ് അത് അവരോട് പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മ സ്നാനം നടന്നപ്പോൾ ഈ അനുഭവം കിട്ടിയത് കൊണ്ട് പല ആളുകളും അവര് ശ്രദ്ധിക്കുന്നത്, അവർ ചിന്തിക്കുന്നത്, അവരാഗ്രഹിക്കുന്നത് അന്യഭാഷ പറയണം. പലരും അന്യഭാഷ പറയാനുള്ള ഒരു വലിയ ആഗ്രഹമാണ് പലരിലും ഞാൻ കാണുന്നത്. അതിന് തെറ്റില്ല, കുറ്റമില്ല. എന്നാൽ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് എന്താണ്? When the Holy Spirit will come upon you, you will receive power. പ്രധാന കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ആളത്വത്തെ മുഴുവനും നിറച്ച് എൻവലപ്പ് ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമേറിയ ആത്മീക അനുഭവമാണ് ആത്മസ്നാനം. അതിലൂടെ ദൈവമക്കൾക്ക് ആത്മീക ശക്തിയാണ് ലഭിക്കുന്നത്. എന്തിന്? യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ. പക്ഷെ നമ്മുടെ മൈൻഡിൽ നമ്മൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ അവർ അന്യഭാഷ പറഞ്ഞു. സോ നമ്മുടെ മനസ്സിലെല്ലാം ഐ വിൽ റിസീവ് ടങ്സ്, ഐ വിൽ റിസീവ് ടങ്സ്. യെസ്, ഐ ഡു ബിലീവ്. അത് പ്രത്യക്ഷ അടയാളമാണ്. അടയാളങ്ങളുടെ പുറകെ പോകാതെ
പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി, ആത്മസ്നാനത്തിനായി നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആത്മാവ് വരുമ്പോൾ അന്യഭാഷ വന്നോളും. കർത്താവ് അവരോട് പറഞ്ഞില്ല അവരെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുമെന്ന്. കർത്താവ് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്നതാണ്. എൻ്റെ പ്രിയരെ, അന്യഭാഷാ ഭാഷണം ജനുവനാണ്. ആത്മസ്നാനം ലഭിക്കുമ്പോൾ പ്രത്യക്ഷ അടയാളമായി അത് ലഭിക്കുന്നു. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അന്യഭാഷ ആളുകൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാം, ദൈവശക്തി ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. പാപത്തെ ജയിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ഒരു ഭാഗത്ത്, അതാർക്കും ഇമിറ്റേറ്റ് ചെയ്യാനൊക്കത്തില്ല. പാപവും പ്രലോഭനങ്ങളും പരീക്ഷകളും വെല്ലുവിളിക്കുമ്പോൾ അതിനെ അതിജീവിക്കുന്ന ആന്തരിക ബലം ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ള ഒരാളിന് ആ നിലയിൽ അതിജീവിക്കാൻ കഴിയും. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹിമയ്ക്ക് വേണ്ടി പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ബോൾഡ് വിറ്റ്നസ്സായി നിൽക്കാൻ, ജീവൻ പോകണമെങ്കിൽ പോകട്ടെ എന്ന മട്ടിൽ നിൽക്കണമെങ്കിൽ റിയലി ഹോളി സ്പിരിറ്റ് പവർ വ്യാപരിച്ചേ മതിയാകുകയുള്ളൂ. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കൊരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഞാനിതല്ല ഈ നിലയിൽ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മ സ്നാനം, അതിലൂടെ ലഭിക്കുന്ന ആത്മശക്തിയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരണം. That is what Pentecost is all about. ദൈവസഭ അതിന്റെ നിലയിൽ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ, കർത്താവിന്റെ നാമ മഹിമയ്ക്ക് വേണ്ടി കമ്മ്യൂണിറ്റികളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, ദേശങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, we need the power of the Holy Spirit. എന്താണ് ഇന്ന് ചെയ്തത്? പലരും തിയോളജിക്കൽ ഡിഗ്രികൾ കൊണ്ട് ആത്മശക്തിയെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ തിയോളജി പഠിക്കുന്നതിന് അനുകൂലമാണ്. കാരണം ദൈവവചനം പ്രോപ്പറായി ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. തിയോളജിക്കൽ സ്റ്റഡി നല്ലതാണ്. പക്ഷേ ആത്മശക്തി ഇല്ലെങ്കിൽ യു വിൽ നോട്ട് ബി ഇഫക്റ്റീവ്. കേവലം മുക്കവന്മാരെ ആത്മാവ് കരങ്ങളിലെടുത്തപ്പോൾ യെരുശലേം, യഹൂദിയ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ ഉപയോഗിച്ചു എങ്കിൽ, പഠിച്ചവരാകട്ടെ പഠിക്കാത്തവരാകട്ടെ, God can use you. Return to the baptism of the Holy Spirit. അതിലൂടെയാണ് ആത്മശക്തി നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ സഭ പലപ്പോഴും ആത്മശക്തിയെ പണം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചുവോ? You cannot replace the power of the Holy Spirit with money power. കൺവെൻഷനുകൾ പണം കൊണ്ട് കൊട്ടിലിട്ട് സംഘടിപ്പിക്കാൻ കഴിയും. ആലയങ്ങൾ പണമുണ്ടെങ്കിൽ പണിയാൻ കഴിയും. പക്ഷേ ദേശം സ്പർശിക്കപ്പെടണമെങ്കിൽ we need the power of the Holy Spirit. എൻ്റെ പ്രിയരെ, നമ്മൾ പലപ്പോഴും ആത്മശക്തിയെ ഗംഭീരമാകുന്ന പ്രാസം വെച്ച പ്രസംഗം കൊണ്ട് റീപ്ലേസ് ചെയ്യുവാൻ ശ്രമിച്ചുവോ? പ്രസംഗം ആവശ്യമാണ്. എന്നാൽ പ്രസംഗത്തിന് ഇഫക്റ്റ് വരുവാൻ മറ്റു പല സംവിധാനങ്ങൾ വെച്ചുവെങ്കിൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 1000 പ്രസംഗം അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു വേദി ഉണ്ടെന്നിരിക്കട്ടെ. അവിടെ ദൈവകൃപ ലഭിച്ച ആത്മശക്തിയുള്ള, അധികം വിദ്യാഭ്യാസമില്ലെങ്കിലും ഒരുവൻ എഴുന്നേറ്റ് നിന്നാൽ അവിടെയല്ലേ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്? ഡിനോമിനേഷന് ഈ നിലയിൽ ശക്തി തരാൻ കഴിയുകയില്ല. നാം
ചർച്ച് ഗ്രോത്തിന് 10 പോയിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം ആശ്രയിച്ചു. We have to return to the word of God. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരുശലേമിലും യഹൂദിയ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ദൈവം വെച്ച വ്യവസ്ഥ അതാണെങ്കിൽ അതിലേക്കാണ് ദൈവസഭകൾ മടങ്ങി വരേണ്ടത്. ആ ഒരു ചിന്തയാണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ എനിക്ക് ഇന്ന് നിയോഗമുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നത് ആ 4-ാം വാക്യത്തിൻ്റെ ആ 2-ാം ഭാഗം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. മറ്റു ചില പരിഭാഷകളിൽ ഇംഗ്ലീഷിൽ ഫോർ ദ ഗിഫ്റ്റ് മൈ ഫാദർ ഹാഡ് പ്രോമിസ്ഡ്. അവ പരിശുദ്ധാത്മ സ്നാനം ഗിഫ്റ്റാണ്. പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നമ്മെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക, ഇമേഴ്സ് ചെയ്യുന്നത്, ദാറ്റ്സ് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നമ്മളിത് ഡിസേർവ് ചെയ്യുന്നതല്ല. നമുക്ക് നമ്മുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നേ പറ്റൂ എന്നൊന്നും പറയാനൊക്കത്തില്ല. ഒരുക്കത്തോടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ദൈവത്തിന്റെ ദാനമാണ്. മാത്രമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് പിതാവിന്റെ വാഗ്ദത്തമാണ്. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 33-ാമത്തെ വാക്യം, അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. പ്രൈമറിലി പുതിയ നിയമത്തിന്റെ അനുഗ്രഹം മെറ്റീരിയൽ അനുഗ്രഹമല്ല. ഇറ്റ് ഈസ് ദ ബ്ലെസ്സിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവസഭ അതിലേക്ക് മടങ്ങി വരണം. വ്യക്തികളുടെ കണ്ണുകൾ ഈ പ്രഭാതത്തിൽ തുറക്കട്ടെ. ഒരു വലിയ മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കണം. ദൈവം നമ്മുടെ ചർച്ചകളിൽ ആ പണ്ടത്തെ അനുഭവം പോലെ ഒരാത്മപകർച്ച, കൃപാവരങ്ങളുടെ കാലഘട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. അതിനായി നമ്മൾ ആഗ്രഹിക്കണം. ബോൾഡായി മാനസാന്തരവും പാപമോചനവും കർത്താവിന്റെ നാമത്തിൽ ഉണ്ട് എന്ന് പ്രസംഗിക്കുന്ന ആത്മപൂർണരായ മനുഷ്യർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. ഇറ്റ് ഓൾ ഹാപ്പൻസ് ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് തന്നെ പറയുന്നു ഇവിടെ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം. നേരത്തെ തന്നെ കർത്താവ് അവരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ, 14-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, 26-ാം വാക്യം, 15-ാം അധ്യായം 26, 16-ന്റെ 7-ാം വാക്യം മുതലുള്ള വചനങ്ങൾ, 20-ന്റെ 21, 22 ഈ വാക്യങ്ങൾ, ഇവിടെ എല്ലാം ആ പ്രോമിസ് കർത്താവ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല എൻ്റെ പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് പരിശുദ്ധാത്മാവിൽ നമ്മളെ സ്നാനപ്പെടുത്തുന്നത്. ജീസസ് ഈസ് ദ ബാപ്റ്റൈസർ. ശരിയാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മസ്നാനം നടക്കാം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മസ്നാനം നടക്കാം. ഏതെങ്കിലും ഒരു അഭിഷക്തൻ ആത്മനിയോഗത്തിൽ നമ്മുടെ മേൽ കരം വെക്കുമ്പോൾ ആത്മസ്നാനം നടക്കാം. ബട്ട് ബാപ്റ്റൈസർ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് 4 സുവിശേഷങ്ങളും ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3:11, മർക്കോസ് 1:8, ലൂക്കോസ് 3:16, യോഹന്നാന്റെ സുവിശേഷം 1:29 മുതൽ 33 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കും. അല്ലാതെ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കത്തില്ലേ? വഹിക്കാം, ഇഫക്റ്റീവ് ആകത്തില്ല. ഇഫക്റ്റീവ് ആകണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ വഴിയെ വരണം. ഇവിടെയാണ് നാം സമർപ്പിക്കപ്പെടേണ്ടത്. കർത്താവ് അതിനായി എൻ്റെ കേൾവിക്കാരായ എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ ഒരു വാക്ക് പറഞ്ഞു. കർത്താവിൻ്റെ കേൾവിക്കാര് താവിൻ്റെ ശിഷ്യന്മാരാണ്. അവരിത് കേൾക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ഷെങ്കിൽ ഷോക്കിംഗ് ആയി മാറും. അത് പറയാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ 12 ശിഷ്യന്മാർ എന്ന് ഞാൻ പറയുമ്പോൾ
1-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ ജൂഡസ് ഇസ്കറിയോത്ത് സൂയിസൈഡ് ചെയ്തു, മരിച്ചുപോയി. പിന്നീട് 12-ാമനായി മത്തയാസിനെ അവർ തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മർക്കോസ് 3:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. കർത്താവ് ഹാൻഡ് പിക്ക് ചെയ്തവരാണ് ഈ 11 പേര്. അവരോട് പറയാണ്, that's all true, but you are still not ready. വേറെ ഒരു കാര്യം, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-13 വാക്യം, അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, കർത്താവ് മർക്കോസ് 3-ൽ ഇവരെ തെരഞ്ഞെടുത്ത ശേഷം ഇവരെ ട്രെയിനിങ്ങിനായി കർത്താവ് ഇവരെ വിടുന്ന സമയത്ത് മാനസാന്തരം അവർ പ്രസംഗിച്ചു, വളരെ ഭൂതങ്ങളെ അവർ പുറത്താക്കി, അവർ രോഗികളെ സൗഖ്യമാക്കി. അവരുടെ പ്രാക്ടീസ് എല്ലാം വിജയകരമായിരുന്നു. ഇങ്ങനെയുള്ളവർക്ക് ഇനിയും ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റിന്റെ ആവശ്യകതയുണ്ടോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത് മനസ്സിലാക്കണം. ആരുടെയോ മേത്ത് കൈവച്ചപ്പോൾ രോഗി സൗഖ്യമായി, ദൈവവചനം പറയാനുള്ള ഒരു കൃപ ലഭിച്ചു. അതുകൊണ്ട് എനിക്ക് ഹോളി സ്പിരിറ്റിന്റെ ബാപ്റ്റിസം ആവശ്യമില്ല എന്ന് ചിന്തിക്കരുത്. അപ്പൊ ചിലരുടെ മനസ്സിൽ എനിക്ക് ആത്മസ്നാനം ലഭിച്ചതാണല്ലോ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എഫേസ്യർ 5:18, ആത്മസ്നാനം ലഭിച്ചവർ അനുദിനം ആത്മാവിനാൽ നിറയണം. ബി കണ്ടിന്യൂസ്ലി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. 120 പേര് ആത്മസ്നാനം പ്രാപിച്ചപ്പോൾ പത്രോസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ പീറ്റർ തന്നെ പിന്നീട് ആത്മാവിൽ നിറയുന്നുണ്ട്. We need the power of the Holy Spirit. ഇവരെ കർത്താവ് നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത്, നേരിട്ട് ട്രെയിൻ ചെയ്ത്, അവരെ കർത്താവ് മിനിസ്ട്രിക്ക് അയച്ചപ്പോൾ അവര് ഭൂതത്തെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മാനസാന്തരം പ്രസംഗിച്ചു, ശക്തിയോടെ പ്രസംഗിച്ചു. കർത്താവ് ഇപ്പൊ പറയാണ്, ഡോണ്ട് ഗോ ഫ്രം ജെറുസലേം, യു ആർ നോട്ട് യെറ്റ് റെഡി. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ അവരുടെ സ്ഥാനത്താണെങ്കിൽ we thought we are ready, but Jesus പറയും, you are not ready. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കേവർക്കും ഇത് ബോധ്യമാകട്ടെ, we are not yet ready. We need the power of the Holy Spirit. രണ്ടാമത്, ഇവരൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായിരുന്നു. ഇവര് രക്ഷിക്കപ്പെട്ടവരായിരുന്നു. ഇവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളവരായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 വാക്യം, യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. എന്റെ പ്രിയരെ, ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മുടെ അകത്തുണ്ട് എന്ന് ബൈബിളിലൂടെ നമുക്ക് ആ കാര്യം അറിയാം. പക്ഷേ അത് സാക്ഷിയാകാൻ പോരാ. We need the baptism of the Holy Spirit. അവിടെയാണ് പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ആളത്വത്തെ മുഴുവനും സോക്ക് ചെയ്യുന്നത്, നമ്മളെ കംപ്ലീറ്റ് ആയി എൻവലപ്പ് ചെയ്യുന്നത്, നമ്മളെ ദൈവം ഏത് ശുശ്രൂഷയ്ക്ക് കണ്ടിട്ടുണ്ടോ അതിനെ എംപവർ ചെയ്യുന്നത്. We need the power of the Holy Spirit. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു എന്ന് ചിലര് ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളൊന്ന് വായിക്കുക. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമരിയയിൽ ഉണർവ് നടന്നില്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ മേലാണ് പത്രോസും യോഹന്നാനും കൈവെക്കുമ്പോൾ ആത്മാവ് അവരുടെ മേൽ വരുന്നത്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്
സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പൗലോസ് അവരുടെ മേൽ കൈവെക്കുമ്പോൾ ആത്മാവ് വരുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവുണ്ട്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷേ we need the Holy Spirit baptism, the power of the Holy Spirit. രക്ഷിക്കപ്പെട്ടു, ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. യെസ്, സ്വർഗത്തിൽ പോകും. ഐ ബിലീവ് ദാറ്റ്. പക്ഷേ തൃപ്തികരമായി ദൈവഹിതമനുസരിച്ച് കർത്താവിന് പ്രയോജനപ്പെടുന്ന ദൈവസഭയുടെ ഒരു അവയവമാകണമെങ്കിൽ we need the power of the Holy Spirit. ഇവരോട് പറയാണ്, you are not ready. Yes, ആത്മാവ് നിങ്ങൾക്കുണ്ട്, but you are not ready. You need the baptism of the Holy Spirit. മൂന്നാമത് നിങ്ങൾ നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ, അതായത് അവിശ്വാസിക്ക് അവനെ അറിയാൻ സാധ്യമല്ല എന്നതാണ് കർത്താവ് പറയുന്നത്. അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ലോകത്തിലുള്ളവർക്ക്, രക്ഷിക്കപ്പെടാത്തവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ല. നിങ്ങളോ, ശിഷ്യന്മാരോട് പറയാ, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും. എപ്പോഴാണ് ഈ കൂടെ വസിച്ചത്? നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. കർത്താവ് മരിച്ചടക്കപ്പെടുന്നതിനൊക്കെ മുൻപ് കർത്താവിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്പർ റൂം ഡിസ്കോഴ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത കർത്താവിലുണ്ടായിരുന്നു. ജീസസിൽ ഉള്ള ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തവരാണ് ഇവര്. എന്നിട്ട് ഭാവിയെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും. അത് ഹി വിൽ ബി ഇൻ യു. അത് ഭാവിയിൽ പെന്തക്കോസ്തിന് ശേഷം. അല്ലെങ്കിൽ പെന്തക്കോസ്തിൽ ആത്മപകർച്ച നടക്കുന്നു. ഞാൻ വായിച്ച ജോൺ 20 ഊതി അവരുടെ മേൽ കൊടുത്തപ്പോൾ അവരുടെ ഉള്ളിലായി. പിന്നീടാണ് പെന്തക്കോസ്തിൽ അവർക്ക് ആത്മസ്നാനം ലഭിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മുൻപ് അവർ ആത്മാവിനെ അനുഭവിച്ചവരാണ്. എങ്ങനെ? ജീസസിലൂടെ ആത്മപ്രവൃത്തികൾ നടക്കുമ്പോൾ they are not only witnessing, they are experiencing the Holy Spirit. അവരോട് പറയുകയാണ്, not yet ready, not yet ready. നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനം ആവശ്യമാണ്, ആത്മശക്തി ആവശ്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, ദൈവസഭകളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഒരു പ്രസംഗം അറിയാം, അല്ലെ 10 പ്രസംഗം അറിയാം, അതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം വേണ്ട. അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം അനുഭവിച്ചവരോട് പറയാം, എനിക്കിനി ആത്മനിറവ് വേണ്ട, എനിക്ക് ആത്മാവിന്റെ ശക്തി ഇത് മതി എന്നാരും ചിന്തിക്കരുത്. കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ച് മെസ്സേജ് കൃത്യമായി പറയാൻ അറിയാവുന്നവരോടാണ് കർത്താവ് പറയുന്നത്, യു ടാരി ഇൻ ജെറുസലേം, യു നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മശക്തി ഇല്ലാതെ നീ പോയാൽ നീ വിജയിക്കത്തില്ല. ദൈവസഭകൾ ഒരു മടങ്ങിവരവുണ്ടാകണം. നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ കാര്യം എങ്ങനെയെങ്കിലും പാൻഡമിക് ഒന്ന് മാറി പഴയ നിലയിലേക്കാകുക എന്നത് മാത്രമായിരിക്കരുത്. ദൈവത്തിന്റെ ഹിതത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ വചനത്താൽ എനിക്ക് നിങ്ങളോട് പ്രബോധിപ്പിക്കുവാനുള്ളത്, നമുക്കൊരു മടങ്ങിവരവ് വന്ന് ഇത് കേന്ദ്രീകരിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മേൽ ആത്മാവിനെ അയച്ച് നമ്മളിലൂടെ അവിടുന്ന് എന്തെല്ലാമാണ് ചെയ്യുവാൻ ആഗ്രഹിച്ചത് അത് മുഴുവനും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയും. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവരുടെ കൂട്ടൊരു അനുഭവം നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? നമുക്ക് ആർക്കും ഇല്ല. ഇവര് നേരിട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. Jesus is with them for 40 days. ഓരോ ഘട്ടങ്ങളിലും അവർക്ക് പ്രത്യക്ഷമായി അവരെ പഠിപ്പിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ട, എക്സ്പീരിയൻസ് ചെയ്തു. ഇത് പോരെ, ഭയന്നിരുന്ന ആളുകളാണ്.
പക്ഷെ അവരുടെ ഭയമെല്ലാം മാറി, കാരണം they saw the risen Christ. ഇവരോട് പറയുക, not yet ready. ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്, ഒരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർശനം കണ്ടു, that's not enough. You need the power of the Holy Spirit. അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിന്റെ വടിവാതിക്കൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഒരു വിശേഷമായ ദർശനമുണ്ടായി. അതുകൊണ്ട് തനിക്ക് മാനസാന്തരത്തിലേക്ക് വരുവാൻ അത് മുഖാന്തരമായി. അതിനുശേഷം he was filled by the Holy Spirit. പരിശുദ്ധാത്മ സ്നാനം അനിവാര്യമാണ്. ആത്മസ്നാനത്തിലൂടെ ആത്മാവിന്റെ ശക്തി ദാനമായി നമ്മുടെ മേൽ തരും. അല്ലെങ്കിൽ നാം ഇഫക്റ്റീവ് ആകത്തില്ല. കേരളത്തിലെ ദൈവസഭ ഇഫക്റ്റീവ് ആണെങ്കിൽ, ഭാരതത്തിലെ ദൈവസഭ ഇഫക്റ്റീവ് ആണെങ്കിൽ, we need the power of the Holy Spirit. That's a gift from the Lord. നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ് പ്രിയമുള്ളവരെ. എനിക്ക് ആറാമതായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാമോ, ഇവർക്ക് വചന വെളിപ്പാടുണ്ടായിരുന്നു. ഈ 1-ാം അധ്യായത്തിന്റെ നിങ്ങൾ 16 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ, 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ 120 പേരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് വെളിപ്പാട് പറയാണ്, വചന വെളിപ്പാട്. വചനം വായിച്ചപ്പോൾ ജൂഡസ് മരിക്കേണ്ടതായിരുന്നു, ജൂഡസ് മരിച്ചു എന്നും ജൂഡസിന്റെ സ്ഥാനത്തേക്ക് അടുത്ത ലീഡറിനെ തെരഞ്ഞെടുക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നത് ഗ്രഹിച്ച് അവർ ആ നിലയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച മത്തയാസിനെ തെരഞ്ഞെടുക്കുന്നു. They had revelation of the scripture. ഇവരോട് കർത്താവ് പറയാണ്, you are not yet ready. You need the power of the Holy Spirit. പ്രിയരേ, നമ്മുടെ പൊത്തൊരുത്ത അനുഭവങ്ങളിൽ തൃപ്തിപ്പെടാതെ നമ്മുടെ അകക്കണ്ണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ തുറക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന മൂർച്ചയുള്ളതായി മാറട്ടെ, നമ്മുടെ ആരാധനകൾ മൂർച്ചയുള്ളതായി മാറട്ടെ, നമ്മുടെ ഉള്ളത്തിൽ അന്തരാത്മാവിൽ ഒരു കരച്ചിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഈ പൊത്തുവരുത്ത പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങ് എന്തെല്ലാമാണ് എന്റെ ജീവിതത്തെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് മുഴുവനും എന്റെ കാലഘട്ടത്തിൽ നിവൃത്തിയാകുവാൻ കൃപ ചെയ്യണമേ. നമുക്ക് ബലമില്ല. We need the power of the Holy Spirit. ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആത്മശക്തി ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ ആത്മശക്തി ആവശ്യമാണ്. ഈ വചനത്തിലൂടെ എനിക്ക് പറയാനുള്ളത് ഈ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഇതെല്ലാം ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന പോയിന്റ്? എല്ലാ പ്രിപ്പറേഷനും എല്ലാ ട്രെയിനിങ്ങും ഇതെല്ലാം നല്ലതാണ്. ബട്ട് ഇറ്റ് ഈസ് യൂസ്ലെസ് without the power of the Holy Spirit. നിങ്ങൾ PhD എടുത്തോ, നിങ്ങൾ എന്തെല്ലാം എടുത്തോ, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. എത്രമാത്രം ദൈവവചനം നിങ്ങൾക്ക് ക്രമീകൃതമായി പഠിക്കാമോ, that's fine, I am for it. But without the Holy Spirit power, you are useless. ദൈവമക്കൾ ഇത് തിരിച്ചറിയണം, ദൈവമക്കൾ ഇത് തിരിച്ചറിയണം. സടകുടഞ്ഞ് ദൈവസഭ എഴുന്നേൽക്കട്ടെ. യാതൊരു നിലയിലും ഒരു കൃത്രിമം ഇതിന്റെ പിൻപിൽ നമ്മൾ ആവിഷ്കരിക്കരുത്. നോ, ജീസസ് സിംപിളി പറഞ്ഞത്, യു വെയിറ്റ്. ഈ വാഗ്ദത്തങ്ങൾ വെച്ച് ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ ജനം തയ്യാറാകട്ടെ. എവിടെയോ നമ്മുടെ ആത്മീക യാത്രയിൽ നമ്മുടെ കണ്ണുകൾ ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മുടെ കഴിവുകളിലും പണത്തിൻ്റെതായിട്ടുള്ള ആ വലുപ്പത്തിലും പിടിപാടുകളിലും ഡിനോമിനേഷൻ സെറ്റപ്പുകളിലും മാനുഷിക തന്ത്രങ്ങളിലും ടെക്നോളജികളിലുമൊക്കെ നാം ആശ്രയിക്കാൻ തുടങ്ങി. നമുക്ക് മനസ്സിലായില്ല എത്ര പരിതാപകരമാണ് ഇന്നത്തെ സിറ്റുവേഷൻ. We just can't impact the community. കമ്മ്യൂണിറ്റിയെ ഇമ്പാക്ട് ചെയ്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പിതാക്കന്മാർ ഈ ഭാരതത്തിന്റെ മണ്ണിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് ആത്മശക്തിയോടെ അവർ നടന്നപ്പോൾ അവർ പാർത്തിരുന്ന ഇടങ്ങളെ അവർ കർത്താവിന് വേണ്ടി ഇമ്പാക്ട് ചെയ്തു. ഇന്നത്തെ വലിയ സംവിധാനങ്ങൾ അവർക്കില്ല. അവർക്ക് ഫേസ്ബുക്കോ യൂട്യൂബോ ഇതൊന്നുമില്ല. അവർക്ക് നല്ല സിസ്റ്റങ്ങളില്ല. മൈക്കുകൾ വലുതായിട്ടില്ല.
പരസ്യ യോഗങ്ങൾ നടത്തിയപ്പോൾ ആളുകൾ രക്ഷിക്കപ്പെട്ടു. ദൈവസഭകളിൽ ആളുകൾ കടന്നു വന്നു. ദൈവ ഭയം അവരുടെ ഇടയിൽ ഉണ്ടായി. നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. നമുക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. ദൈവത്തിന് എന്റെ കേൾവിക്കാരായ നിങ്ങളിൽ ചിലരെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് സമയം തന്നിരിക്കുക. വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാം. നമുക്ക് അനുദപിക്കാം. നഷ്ടപ്പെട്ടു പോയ കാലഘട്ടങ്ങൾ ഉണ്ട്. We have to return to God's word. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങളോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. That's a commandment of the Lord. അവരൊരു ന്യായീകരണവും പറഞ്ഞില്ല. അവർക്ക് ഇത്രയും ട്രെയിനിങ് കിട്ടി, ഇനി എന്താ കർത്താവേ? No, they just went to the upper room. പ്രത്യേകിച്ച് അപ്പോസ്തലർ പ്രവൃത്തി 1:8 കർത്താവ് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകളാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ യഹൂദിയരുടെ അടുത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും. നോക്കിയേ, പവർ ആൻഡ് മിഷൻസ് ആർ കണക്റ്റഡ്. ആത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചു, എന്നിട്ടാണ് പോകേണ്ടത്. അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ. കർത്താവ് ഈ 1:8 പറഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർ മടങ്ങി വന്ന് പ്രാർത്ഥിക്കാനിരുന്നു. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ പ്രാർത്ഥിച്ചു. 14-ാം വാക്യത്തിൽ കാണാൻ കഴിയും. 16-ാം വാക്യത്തിൽ ദൈവവചനത്തിന്റെ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. 20-21 വാക്യത്തിൽ അവർക്ക് ആ വചനത്തിൽ കിട്ടിയ വെളിപ്പാടനുസരിച്ച് 12-ാമനെ അവർ തെരഞ്ഞെടുക്കുന്നു. ലൂക്കോസ് 24:52 പ്രകാരം അവർ ദൈവത്തെ ആരാധിച്ചു എന്നുമുണ്ട്. ഇങ്ങനെ കാത്തിരിപ്പ് യോഗം. അങ്ങനെ കാത്തിരിക്കണം. ചില ആളുകൾ ചിന്തിരിക്കുന്നു, പരിശുദ്ധാത്മാവ് വന്നില്ലേ, ഇനി എന്തിനാ കാത്തിരിക്കേണ്ടത്? പ്രിയരെ, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരാനല്ല കാത്തിരിപ്പ്. എന്നിലും നിങ്ങളിലേക്ക് ആത്മാവിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാകുവാൻ, സ്നാനമുണ്ടാകുവാൻ, നമ്മളെ ഇമേഴ്സ് ചെയ്യാൻ. ബാപ്റ്റിസം എന്ന വാക്കിന്റെ അർത്ഥം അതാ, ടു ഇമേഴ്സ്. ആ അനുഭവം നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹത്തോടെ കാത്തിരിക്കണം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്. വിമർശിക്കുന്നവരെന്നും വിമർശിച്ചുകൊണ്ട് നിൽക്കും. സെസേഷൻ പറയുന്നവർ പലരും സെസേഷൻ പറഞ്ഞുകൊണ്ട് നിൽക്കും. സെൻസേഷനലിസ്റ്റുകളുണ്ട്. അവർ തൃപ്തി അടഞ്ഞു. എന്താ? ചിലത് മാനുഫാക്ചർ ചെയ്തു കുറെ കാര്യങ്ങൾ. ചിലർക്ക് റിയൽ അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷെ അനുഭവം മാത്രം മതി. പക്ഷെ ആത്മാവ് എന്തിനാണ് തരുന്നത് എന്ന ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ഓരോ പ്രാദേശിക സഭകളിലും പ്രയോജനപ്പെടുവാൻ താല്പര്യമുള്ളവർ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കട്ടെ. ഒരു ഉപകരണമായി കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഈ അന്ത്യ കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിക്കും. അതിന് യാതൊരു സംശയവുമില്ല. Again, preaching and teaching to everyone who would come. ദൈവവചനത്തെ ഒതുക്കാൻ കഴിയത്തില്ല. കാരണം സ്പിരിറ്റ് ഫിൽഡ് പീപ്പിൾ വർ ഓൺ ദ മൂവ്. ആളുകൾ രക്ഷിക്കപ്പെട്ടു, ജാതിക പശ്ചാത്തലത്തിലുള്ളവർ വിടുവിക്കപ്പെട്ടു, സഭകൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് തന്നെ റിപ്പീറ്റ് ആകും. ഇപ്പോഴും ദൈവകൃപ അനുഭവിക്കുന്ന ഇടങ്ങളിൽ ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും പാൻഡമിക് വന്നാൽ ഹൃദയം തളർന്നു പോകരുത്. ലെറ്റ്സ് റിട്ടേൺ ടു ദി അപ്പർ റൂം. കർത്താവേ, one more time Lord, revive us again. പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു കൃത്രിമവും ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ ദൈവത്തെ സഹായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ empty vessels ആയി നമ്മുടെ ആ പ്രൗഢികളൊക്കെ മാറ്റിവെച്ച് നമ്മൾ സ്വയത്തിൽ ആശ്രയിച്ചതും പഠിപ്പിൽ ആശ്രയിച്ചതും പണത്തിൽ ആശ്രയിച്ചതും പാരമ്പര്യത്തിൽ ആശ്രയിച്ചതും ഇതെല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഒന്ന് സമർപ്പിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മ സ്നാനം നടക്കും.
ഇതുവരെ ആത്മസ്നാനം നടക്കാത്തവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മസ്നാനം നിങ്ങളുടെ മേൽ വരും. ആത്മസ്നാനം നടന്നവരോട് പറയാം, you will again be filled with the Holy Spirit. എൻ്റെ പ്രിയരെ, ഇന്നത്തെ സഭകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര ശതമാനമാണ് ആത്മസ്നാനം ഇല്ലാത്തവർ നമ്മുടെ സഭയിലുള്ളത്? കണക്കുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കണക്കുകൾ നിങ്ങൾക്കറിയാം. ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. സഭ മടങ്ങി വരട്ടെ, സഭ മടങ്ങി വരട്ടെ. ആളുകൾ രക്ഷിക്കപ്പെടും, ആളുകൾ വിടുവിക്കപ്പെടും, ദൈവരാജ്യ വ്യാപ്തി ഉണ്ടാകും. രാഷ്ട്രീയ ശക്തികൾക്കോ മതപരമായ ശക്തികൾക്കോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പോലെ ദൈവസഭ മുന്നോട്ട് പോകും. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യേശുവിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.